BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള രാഷ്ട്രീയത്തിലെ വറ്റാത്ത ചർച്ചാ വിഷയമാണ് PC ജോർജ്. ഓരോ നീക്കത്തിലും അപ്രതീക്ഷിതത്വങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ജോർജിനെ തേടി ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു സുപ്രധാന വാഗ്ദാനം എത്തിയിരിക്കുകയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനം. BJP കേന്ദ്ര നേതൃത്വമാണ് ഈ വലിയ ഓഫർ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ പൂഞ്ഞാർ പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്ന ജോർജ് ഈ ഓഫർ സ്വീകരിക്കുമോ അതോ വീണ്ടും അങ്കത്തട്ടിലേക്ക് ഇറങ്ങുമോ എന്നതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം ദേശീയ തലത്തിൽ തന്നെ നിർണായകമായ ഒരു പദവിയാണ് ജോർജിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കാൻ ജോർജിനെ പോലെ ഒരു നേതാവിന്റെ സാന്നിധ്യം ഗുണകരമാകുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു. ജോർജുമായി അടുത്ത വൃത്തങ്ങൾ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഉന്നതമായ പദവി നിൽക്കുമ്പോൾ മറുവശത്ത് തന്റെ തട്ടകമായ പൂഞ്ഞാറിൽ നിന്ന് ഒരു നിയമസഭാ പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. ഇത്തവണ പൂഞ്ഞാറിൽ ഒരു ത്രികോണ മത്സരം നടന്നാൽ ജോർജിന്റെ വിജയ സാധ്യത വളരെ കൂടുതലാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. എന്തുകൊണ്ടാണ് BJP ജോർജിനെ പൂഞ്ഞാറിൽ തന്നെ മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിന് ഉത്തരം മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള അപ്രമാദിത്വം തന്നെയാണ്. 7 തവണ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്രമാണ് ജോർജിനുള്ളത്. 1980 മുതൽ 2016 വരെ, കൃത്യമായി പറഞ്ഞാൽ 1980, 82, 1996, 2001, 2006, 2011, 2016 വർഷങ്ങളിൽ പൂഞ്ഞാറ് ജോർജിനൊപ്പം നിന്നു. കേരള കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചും UDFന് ഭരണകാലത്ത് ചീഫ് വിപ്പായി ഇരുന്നും അദ്ദേഹം തന്റെ രാഷ്ട്രീയ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. പിന്നീട് സ്വന്തം പാർട്ടിയായ കേരള ജനപക്ഷം രൂപീകരിച്ച അദ്ദേഹം ഒടുവിൽ BJPയിൽ ലയിക്കുകയായിരുന്നു. 2021 സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോട് പരാജയപ്പെട്ടെങ്കിലും മണ്ഡലത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിനുള്ള സ്വാധീനം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര നേതൃത്വം ജോർജിന് പൂഞ്ഞാറിൽ പ്രചാരണം തുടങ്ങാൻ പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. ന്യൂനപക്ഷ കമ്മീഷൻ പദവി നൽകി ആദരിക്കണോ അതോ നിയമസഭയിലേക്ക് അയക്കണോ എന്ന കാര്യത്തിൽ BJPയിൽ ഗൗരവകരമായ ആലോചനകൾ നടക്കുന്നുണ്ട്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ അദ്ദേഹം ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ക്രിസ്ത്യൻ വോട്ടുകളും BJPയുടെ വോട്ടുകളും ഒരുമിച്ച് ചേർന്നാൽ പൂഞ്ഞാറിൽ താമര വിരിയുമെന്നതാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. PC ജോർജിന്റെ ഈ രാഷ്ട്രീയ നീക്കം പൂഞ്ഞാറിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അയൽ മണ്ഡലമായ പാലായിലും ഇതിന്റെ ആലോലികൾ ദൃശ്യമാകും. KM മാണിയുടെ കാലം മുതൽ പാലായും പൂഞ്ഞാറും തമ്മിൽ അഭേദ്യമായ ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട്. നിലവിൽ മാണി C കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള പോരാട്ടം മുറുകുന്ന പാലായിൽ BJPയുടെയും PC ജോർജിന്റെയും നിലപാടുകൾ നിർണായകമാകും. പാലായിലെ ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ജോർജിന്റെ സാന്നിധ്യം BJPക്ക് കരുത്താകും. പൂഞ്ഞാറിൽ ജോർജ് മത്സരിക്കുമ്പോൾ പാലായിൽ BJPക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വം വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള BJPയുടെ മാസ്റ്റർ പ്ലാൻ കൂടിയാണിത്. PC ജോർജ് ഏത് തിരഞ്ഞെടുക്കും എന്നത് കേരള രാഷ്ട്രീയത്തിലെ വരും ദിവസങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചയാകും. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പച്ചക്കൊടി ലഭിച്ചതോടെ അദ്ദേഹം പൂഞ്ഞാറിൽ സജീവമായി കഴിഞ്ഞു. പൂഞ്ഞാർ തിരിച്ചു പിടിക്കുക എന്നതിനൊപ്പം പാല ഉൾപ്പെടെയുള്ള സമീപ മണ്ഡലങ്ങളിൽ BJPയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ഇരട്ട ദൗത്യമാണ് ജോർജിന് മുന്നിലുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.